കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തെ തുടർന്ന് 26 പേരാണ് മരിച്ചത്. പാകിസ്ഥാൻ അനുകൂല ഭീകരരാണ് കാശ്മീരിൽ സമാധാനം നിലനിന്നിരുന്ന കാശ്മീരിൽ വീണ്ടും ആക്രമണം നടത്തിയത്. ഈ ഒരു അവസ്ഥയെ തുടർന്ന് രാജ്യം മുഴുവൻ തടകുടഞ്ഞ് എഴുന്നേറ്റു. നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യൻ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉടൻ തന്നെ കാശ്മീരിലേക്ക് പോയി. സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്യാബിനറ്റ് കമ്മിറ്റി കൂടി. എല്ലാവരും പ്രതീക്ഷിച്ചത് അതിശക്തമായിട്ട് പാകിസ്ഥാനെതിരെ വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമെന്നാണ്. പക്ഷേ വളരെ ഗൗരവമായ രീതിയിൽ കാര്യഗൗരവത്തോടു കൂടി തന്നെ ഇന്ത്യ പ്രതികരിച്ചു. 5 ശക്തമായ തീരുമാനങ്ങളാണ് ഇന്ത്യ സർക്കാർ എടുത്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീതട കരാർ അത് റദ്ദാക്കിയാണ്. അല്ലെങ്കിൽ ഇന്ത്യ അത് കരാറുമായി മുന്നോട്ട് പോകുന്നില്ല, കരാറിന് പിൻവാങ്ങുകയാണ്, അതിനെ ക്യാപ്റ്റൻ അബെയിൻസ് ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇന്ത്യ സർക്കാർ പറഞ്ഞത്. എന്താണ് ഈ കരാർ? എന്തുകൊണ്ടാണ് ഈ കരാറിന് ഇന്ത്യ പിൻവാങ്ങുന്നത്? ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ഇത് നേരത്തെ ചെയ്യേണ്ടിരുന്നതാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഈ കരാർ റദ്ദാക്കുന്നത് മൂലം നഷ്ടമുണ്ടാവുന്നത് പാകിസ്ഥാനാണ്. ഈ കരാർ വഴി കിട്ടുന്ന ജലത്തിന്റെ 80% പാകിസ്ഥാനാണ് കിട്ടുന്നത്. ഇന്ത്യക്ക് കിട്ടുന്നത് 20% മാത്രമാണ്. ഈ ഒരു പ്രശ്നം നേരത്തെ തന്നെ നിലവിലുള്ളതാണ്. 1948 ഈ ഒരു തർക്കമുണ്ടായി. അന്ന് ഇന്ത്യ വെള്ളം കൊടുക്കുന്നത് നിർത്തിയിരുന്നു. പിന്നീട് UN ഇടപെട്ടാണ് ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കുന്നത്. 9 വർഷത്തെ ചർച്ചകൾക്ക് ശേഷം 1960 ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കുന്നത്. ഈ കരാർ അനുസരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ കരാർ അനുസരിച്ച് UN മേൽനോട്ടത്തിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ കരാർ പ്രകാരം കിഴക്കൻ ഭാഗത്തുള്ള രവി, സത്ലജ്, ബിയാസ് നദികളിലെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറൻ ഭാഗത്തുള്ള സിന്ധു നദിയിലെയും പടിഞ്ഞാറൻ ഭാഗത്തുള്ള ജലം, ചെനാബ്, സിന്ധു നദികളിലെ ജലം പാകിസ്ഥാനും എടുക്കാം. അങ്ങനെ നോക്കുന്ന സമയത്ത് 80% ജലവും പാകിസ്ഥാനാണ് കിട്ടുന്നത്. ഈ കരാർ പ്രകാരം 154.3 ദശലക്ഷം ഏക്കർ ഫീറ്റ് ജലമാണ് പാകിസ്ഥാന് ലഭിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ദേശീയ വരുമാനത്തിന്റെ 26% വരുന്നത് കൃഷിയിൽ നിന്നാണ്. അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങളുടെ 68% കൃഷി ആശ്രയിച്ച് കഴിയുന്ന ആളുകളാണ്. പാകിസ്ഥാന് പ്രധാനമായിട്ട് 1-2 ഡാമുകളാണ് ഇപ്പം നിലവിലുള്ളത്. പാകിസ്ഥാനിലെ മംഗള, ടർബല എന്നീ 2 പ്രധാനപ്പെട്ട ഡാമുകളാണുള്ളത്. ഈ ഡാമുകളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ സിന്ധു നദി കരാറിലൂടെ പാകിസ്ഥാന് കിട്ടുന്ന 154 ദശലക്ഷം ഏക്കർ അടി വെള്ളത്തിന്റെ 10-1 മാത്രമാണ് അവരുടെ സംഭരണശേഷി, ഈ 2 ഡാമുകളുടെ സംഭരണശേഷി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് വെള്ളമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജലപ്രതിസന്ധിയെ നേരിടുന്ന പാകിസ്ഥാന് അത് കനത്ത തിരിച്ചടിയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഇവിടെ ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ കരാർ ഉണ്ടായത്? ഈ കരാർ ഉണ്ടായത് നാം 1948 വെള്ളം കൊടുക്കുന്നത് നിർത്തി അതിനെ തുടർന്നുള്ള നിരന്തര ചർച്ചകളെ തുടർന്നാണ് ഈ കരാർ ഉണ്ടായത്. ഈ കരാർ ഉണ്ടായ സമയത്ത് തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ അംഗങ്ങളും ഈ കരാറിനെ എതിർത്തിരുന്നു എന്നുള്ളതാണ് വസ്തുത. അന്നത്തെ പ്രതിപക്ഷത്തെ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ഈ കരാറിനെ അതിനിശിതമായി വിമർശിച്ചിരുന്നു. കാരണം ഈ കരാർ കൊണ്ട് ഇന്ത്യക്ക് ഒരു ഗുണവുമില്ല. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ കാശ് തരുന്ന കാര്യത്തിലും നമ്മൾ വിട്ടുവീഴ്ചയാണ് ചെയ്തത് എന്ന് വാജ്പേയി പറഞ്ഞിരുന്നു. അതേപോലെ പഞ്ചാബിൽ നിന്നുള്ള കോൺഗ്രസ് MP ഇക്ബാൽ സിംഗ്, രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസ് MP HC മാത്തൂർ, ഇവരൊക്കെ തന്നെ പരസ്യമായിട്ട് പാർലമെന്റിനകത്ത് ജവഹർലാൽ നെഹ്റുവിനെ ഈ കരാറിന്റെ പേരിൽ വിമർശിച്ചിരുന്നു. മറ്റൊരു കോൺഗ്രസ് MP ആയ അശോക് ഗുഹ, PSP MP ആയ അശോക് മേത്ത, ഇവരൊക്കെ തന്നെ ഈ കരാറിനെ വിമർശിച്ചിരുന്നു. ഇപ്പോഴും നമ്മുടെ കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഈ കരാറിനെ വിമർശിക്കുകയാണ്. കാരണം കരാർ മൂലം കാശ്മീരിന് നഷ്ടമാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പം എന്തിനു വേണ്ടിയാണ് പിന്നെ ഇങ്ങനെ ഒരു കരാറിൽ നെഹ്റു ഒപ്പിടാൻ തയ്യാറായത്? അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റുവും പാകിസ്ഥാനിലെ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്നിട്ടാണ് ഈ കരാറിൽ ഒപ്പിടുന്നത്. എന്തുകൊണ്ടാണ് ഈ കരാറിൽ ഒപ്പിട്ടത്? കരാറിൽ ഒപ്പിട്ടത് ഞങ്ങൾ സമാധാനത്തിന്റെ വക്താക്കളാണ്, ഞങ്ങൾ വലിയ ആളുകളാണ് എന്ന് ലോകത്തെ തോന്നിപ്പിക്കാൻ വേണ്ടി, ഞാനൊരു മഹാനാണെന്ന് ലോകത്തെ തോന്നിപ്പിക്കാൻ വേണ്ടി നെഹ്റു ചെയ്ത ഒരു കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അന്ന് നെഹ്റുവിന് കടും പിടുത്തം പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാവുന്ന ഇത്തരത്തിലൊരു കരാർ ഒപ്പിടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല.
നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം നെഹ്റു കരുതിയത് ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ബാക്കി പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീരും എന്നായിരുന്നു നെഹ്റു ധരിച്ചിരുന്നത്. അത് നെഹ്റു തന്നെ പിന്നീട് ഇതൊരു തെറ്റായി പോയി എന്ന് സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അന്ന് പാകിസ്ഥാനും ആയിട്ടുള്ള ചർച്ചകൾ, ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ പാകിസ്ഥാനുമായുള്ള ചർച്ചകൾക്ക് ഇന്ത്യയുടെ ഭാഗത്ത് നേതൃത്വം കൊടുത്തത് ND ഗുലാത്തി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ആ ഗുലാത്തിയോട് പിന്നീട് നെഹ്റു തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ക്ഷീണമാണ് സംഭവിച്ചത്, കാരണം ഇങ്ങനെയൊരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ നമ്മളെ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നെഹ്റു തന്നോട് ചോദിച്ചതെന്ന് ഈ ഗുലാത്തി തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം നെഹ്റുവിന് തന്നെ മനസ്സിലായി, അന്ന് തന്നെ മനസ്സിലായി ഇതൊരു പരാജയമായിരുന്നു എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ തന്റെ നടപടി തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. ഇപ്പോൾ മോദി സർക്കാർ ഇങ്ങനെയൊരു യുദ്ധത്തിന് സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലമായ തീവ്രവാദികൾ നമ്മളിടയിൽ വളരെ ക്രൂരമായ രീതിയിലുള്ള കൊലപാതകം നടത്തിയപ്പോൾ, കൂട്ടക്കൊല നടത്തിയ സമയത്ത് അതിന് തിരിച്ചടിയായി സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ളൊരു മറ്റൊരു ഉപരോധ നടപടി അദ്ദേഹം നിരവധി 4-5 ഉപരോധ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. എല്ലാ വ്യാപാരങ്ങളും പാകിസ്ഥാനുമായിട്ട് നമ്മൾ നിർത്തിക്കഴിഞ്ഞു. പാകിസ്ഥാനിലെ പൗരന്മാരെ ഉടൻ തന്നെ നമ്മൾ തിരിച്ചു പോകാൻ പറഞ്ഞു. എല്ലാവർക്കും വിസ റദ്ദാക്കി. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഉപേക്ഷിച്ചു. അപ്പൊ അങ്ങനെയുള്ളൊരു അതിശക്തമായ 4-5 നടപടികളിൽ ഒന്നാണ് ഈ നദീജല കരാറിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുന്നത്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം അത് നേരത്തെ എടുക്കാമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു വിഷയം. കാരണം നമ്മൾ ഒരുപാട് തെറ്റുകൾ പാകിസ്ഥാനുമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു. കാരണം പാകിസ്ഥാൻ നമ്മൾ അനാവശ്യമായിട്ട്, കാരണം പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കുന്ന സമയത്ത് പാകിസ്ഥാനുമായിട്ടുള്ളൊരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അനേകം വിട്ടുവീഴ്ചകൾ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ പുതിയ സർക്കാർ അങ്ങനെയല്ല ചെയ്യുന്നത്. പാകിസ്ഥാനെ നമ്മൾ വരച്ച വരയിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ സർജിക്കൽ സ്ട്രൈക്കോട് കൂടിയാണ് തീവ്രവാദ പ്രവർത്തനം ഏതാണ് നിലച്ചത്. ഇത്തവണ അതിൽ കൂടുതൽ വലിയ അതിശക്തമായ നടപടികൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ഈ നദീജല കരാറിന്റെ കാര്യത്തിലാണ്. ഈ നദീജല കരാർ നെഹ്റു ചെയ്ത അനേകം മണ്ടത്തരങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് ഇപ്പോൾ വിവക്ഷിക്കപ്പെടുന്നത്. അത് കോൺഗ്രസ് പാർട്ടിയിൽ MP-മാർ തന്നെ അതിനെ വിമർശിച്ചാണ്. അതേപോലെ തന്നെ പ്രതിപക്ഷങ്ങൾ PSP വിമർശിച്ചാണ്. അന്നത്തെ ജനസംഘം വിമർശിച്ചതാണ്. അതേപോലെ തന്നെ ഈ കരാർ ഒപ്പിട്ട ആ ഉദ്യോഗസ്ഥനോട് തന്നെ അവസാനം നെഹ്റുവിന് പറയേണ്ടി വന്നു, നമ്മൾ ചതിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം നടന്നില്ല എന്ന് പറയേണ്ടി വന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിൽ നെഹ്റു നടത്തിയ ഭീമമായ അബദ്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു അബദ്ധമായിരുന്നു ഇത്. അത് തിരുത്തുകയാണ് ഇന്ന് ഇന്ത്യയിലെ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു നടപടിയിലൂടെ പാകിസ്ഥാന് വളരെ ശക്തമായ തിരിച്ചടിയാണ്, നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമുള്ള തിരിച്ചടിയാണ്. കാരണം പാകിസ്ഥാനിലെ കൃഷി നശിക്കും, പാകിസ്ഥാനിലെ ജലം കിട്ടാതാവും, മറ്റൊരു സ്ഥലത്തും പാകിസ്ഥാനിലെ ജലം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ സമ്പദ്ഘടനയെ അത് ബാധിക്കും, പാകിസ്ഥാനിലെ കർഷകരെ ബാധിക്കും. അതുകൊണ്ട് പാകിസ്ഥാനെ വരച്ച വരയിൽ നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് മോദി സർക്കാരിൻ്റെത്. ഒരുപക്ഷെ ആളുകൾ വെള്ളം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതൊരു ചെറിയൊരു പ്രശ്നമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ അങ്ങനെ കാണുന്ന ആളുകളുണ്ടാകും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിക്കൊണ്ട് വളരെ ഗൗരവമായ രീതിയിലുള്ള ഒരു അതിശക്തമായ തിരിച്ചടിയാണ് മോദി സർക്കാർ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ആ തിരിച്ചടിയിൽ നിന്ന് പാകിസ്ഥാൻ പാഠം പഠിച്ചേ മതിയാകൂ. പാകിസ്ഥാൻ വെള്ളം കിട്ടാതെ വെള്ളം കുടിക്കാൻ പോകുന്നു എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്.